ആ ഉമ്മക്കെതിരെ കയ്യോങ്ങിയ മക്കൾ ഇന്ന് ലോകത്തുണ്ട്. ആ ഉമ്മയെ തല്ലിയ മക്കളുണ്ട്. നമ്മള് തിരുവനന്തപുരത്ത് ഒരു സ്റ്റോറി നമ്മൾ കേട്ടതാ. ഇസറായപ്പോ ഉമ്മക്ക് നേരെ വരുന്ന മകൻ, ഉമ്മ വാതിൽ മുട്ടിയപ്പോ തുറന്നു കൊടുത്തു. അങ്ങനെ ഉമ്മ ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനെ ആ ഉമ്മാനെ കൂടുതൽ സമയം നോക്കിയപ്പോ ഉമ്മാക്ക് എന്തോ എപ്പോഴാണ് അനുഭവപ്പെട്ട് ആ മോനോട് ചോദിച്ചു, എന്താ മോനെ നിനക്ക്? അങ്ങനെ 10 മാസം ഗർഭം ചുമന്ന് വളർത്തിയ ആ മോന്റെ കൈകളാൽ ആ ഉമ്മ കൈത്തറുക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിന്റെ ലോകം അതാണ്. ഉമ്മയെ മനസ്സിലാക്കാൻ ഇന്ന് നമുക്കാവുന്നില്ല. നമ്മുടെ കോളേജിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗിലേക്ക് കൊണ്ടുപോകാൻ പോലും നമുക്ക് ഷെയ്മേടാ ഉമ്മയെ. ആ ഉമ്മ കഴിച്ചത് നിങ്ങളെയൊക്കെ ബാക്കി ഭക്ഷണമായിരുന്നു മക്കളെ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് മക്കളെ, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, വായ കൊണ്ട് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവയവമുണ്ട് മക്കളെ, അതാണ് നമ്മുടെ പൊക്കിൽ കുഴി. എടോ, അതിലൂടെയായിരുന്നു നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നാം ഭക്ഷിച്ചിരുന്നത്. ഉമ്മയുടെ ചോരയും നീരും കുടിച്ചായിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാനും നിങ്ങളും വളർന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് 9.5 ആണ്. 5ലേറെ ഒരു മനുഷ്യന് വേദനിച്ച ആ മനുഷ്യൻ മരിക്കുന്ന. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ പ്രസവിച്ചുമുണ്ടല്ലോ നമ്മുടെ ഉമ്മ 9.4 വേദന സഹിക്കുന്നുണ്ട്. ജീവിതാവസാനം വരെ അവരെ തോളിലേറ്റിയാൽ പോലും അവര് നമുക്ക് നൽകിയതിന് പകരമാവില്ല മക്കളെ. അതിന്റെ വില മനസ്സിലാവണമെങ്കിൽ സ്കൂള് വിട്ട് ചെല്ലുമ്പോണ്ടല്ലോ ആ പാവം അവിടെ ഇല്ലാതിരിക്കണം. അത് നഷ്ടപ്പെടുമ്പോണ്ടല്ലോ അതിന്റെ വില നമുക്ക് മനസ്സിലാവും മക്കളെ. എന്റെ ക്ലാസ് പഠിക്കുന്ന അനാക്ക എന്ന് പറയുന്ന ഒരു കുട്ടി, തലേന്ന് കുട്ടി അടിച്ച ഉമ്മ രാവിലെ മദ്രസയിലോട്ട് പോയപ്പോ ഉമ്മാന്റെ കുട്ടിക്ക് ഒരു ഉമ്മ താ എന്ന് പറഞ്ഞപ്പോ ഉമ്മയെ തള്ളിക്കളഞ്ഞു പോയ ഒരു 6ാം ക്ലാസ്സിലെ പെൺകുട്ടി 9 മണിയായപ്പോ കുട്ടിയെ ബന്ധപ്പെട്ടവർ കൂട്ടിക്കൊണ്ടുപോയി. ആ മുറ്റത്ത് കണ്ടത് നീല പന്തലാണ്. കുട്ടി വപ്രാളപ്പെട്ട് ഉമ്മയെ വിളിച്ചു, ഉമ്മ എന്ന് നീട്ടി വിളിച്ചപ്പോ ഒഴുകും ആ ശരീരം തണുത്തു പോയിരുന്നു മക്കളെ. ഉള്ള സമയം അവരെ സ്നേഹിച്ചില്ല എങ്കിൽ, അവർക്ക് സ്നേഹം നൽകിയില്ല എങ്കിൽ ജീവിതത്തിൽ അവസാനം വരെ നമ്മൾ ഈ സങ്കടം കൊണ്ട് നടക്കേണ്ടി വരും. അവരുണ്ടാവുമ്പോ അവരെ വേദന മനസ്സിലാവില്ല. കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തുന്നത്. അവരെ അസുഖം അവർ നോക്കാറില്ല. ഉമ്മയില്ലാത്ത വീട് ഒരു ഉണങ്ങിയ കെട്ടിടം മാത്രമാണ് മക്കളെ. അതില്ലാതെയാവുമ്പോ നമുക്ക് മനസ്സിലാവും അതിന്റെ വില. ഞാൻ പറഞ്ഞു, ലോകത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ ഉമ്മമാരാണ്. ഇനി പറയണം നമ്മള് ആ ഉമ്മക്കെതിരെ നമ്മളെ കൈപ്പൊങ്ങോ മക്കളെ? അതുപോലെ വീടിനുള്ളിൽ നമുക്കിഷ്ടമില്ലാത്ത, നമ്മൾ പരിഗണിക്കപ്പെടാത്ത, കാണാൻ സൗന്ദര്യമില്ലാത്ത ഒരു ജന്മമുണ്ട്. ഒരുപാട് കവികൾ ഉമ്മയെ വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ ആരും വാഴ്ത്താത്ത ഒരു ജന്മമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടല്ലോ ആ മനുഷ്യന്റെ മനസ്സ് അത്രയും നമ്മളോടുള്ള ഇഷ്ടങ്ങളാണ്. ഉമ്മമാരെ കെട്ടിപ്പിടിക്കുന്നവരും ഉമ്മ കൊടുക്കുന്നവരും ഒരു പക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ആ ഉപ്പയൊക്കെ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് ഒരു ഹഗ് കൊടുത്തിട്ട് എത്ര ദിവസമായി? എടോ, സ്കൂൾ വിട്ട് വരുമ്പോ ആ പാവം സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഹൃദയം പൊട്ടി മരിക്കുന്നത് ഉപ്പമാരാണ്. കാരണം അവര് സങ്കടം ഉള്ളിൽ ഒതുക്കുക.
ഒരു കുട്ടി, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉപ്പൻ്റെ അടുത്ത് സങ്കടം പറയാം. പോറ്റി വളർത്തി 19 കൊല്ലം പ്രവാസിയായി കുട്ടിന്റെ കോളേജിൽ മീറ്റിങ്ങിന് ഉമ്മനെ വിളിച്ചപ്പോ ഉമ്മ പോയില്ല. അങ്ങനെ ഉപ്പ പോയപ്പോ കുട്ടികളെ ഇടയിൽ ഇട്ടിട്ട് ഉപ്പാനടുത്ത് മകൻ പറയാണ്, എന്തിനാണ് തന്റെ നിങ്ങൾ വന്നത്? എന്നെ ഷെഹിമേടാക്കാനാണോ വന്നത്? എന്നെ പശടാക്കാനാണോ വന്നത്? മക്കളെ, അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉപ്പയുണ്ടാവുമ്പോ രാജകുമാരന്മാരാണ്. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ ഒരു ഉപ്പ മകന്റെ കാലിൽ കേണ് പറയുന്നുണ്ട്, മോനെ എന്നെ അവിടെ ഇട്ടേച്ച് പോവല്ലേ, ഞാൻ നിന്റെ വീട്ടിലെ തൊഴുത്തിൽ കടക്കാൻ ഞാൻ തയ്യാറാ. മക്കളെ, അത് നഷ്ടപ്പെട്ട ഒരാളാ സംസാരിക്കുന്നത്. നിങ്ങളെ മുന്നിൽ ഞാൻ ഈ സംസാരിക്കുന്നത് കാണാതെ പഠിച്ചിട്ടോ വായിച്ചിട്ടോ അല്ല. എൻ്റെ ഉപ്പ ഇന്നേക്ക് മരിച്ചിട്ട് 57 ദിവസമായി. കൊണ്ടായപ്പോ ഞാൻ വിചാരിച്ചിരുന്നു, എന്തിനാ ഉപ്പൻ എങ്ങനെ ചീത്ത പറയുന്നത്? ഉപ്പ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. പക്ഷേ മക്കളെ, അത് നഷ്ടപ്പെട്ട ഒരാളെന്ന രീതിയിൽ പറയാ. ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ചീത്ത പറയാനെങ്കിലും എൻ്റെ ഉപ്പൊന്നും ഉണ്ടായിരുന്നെങ്കിൽ. 2 മാസമായിട്ടുള്ളൂ അതിന്റെ വിടവ് എനിക്ക് മനസ്സിലായി. മരണസമയത്ത് 2 മണിക്കൂർ മുന്നേ സുലിച്ചിട്ട് ഞാൻ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് ചോദിച്ചു, ഉപ്പ നമുക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, ആ മരണവേദന സഹിച്ചപ്പോ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞതറിയോ, ഉപ്പൻ്റെ കുട്ടിയുടെ അടുത്ത് എന്തിനാ എനിക്ക് ഈറാണ്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപ്പ മരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ നമ്മോട് കളങ്കമില്ലാത്ത സ്നേഹമാണ്. ഇന്ന് അവഗണിക്കപ്പെടുമ്പോ, അവരെ തള്ളി പറയുമ്പോ, അവരെ സ്നേഹിക്കാതിരിക്കുമ്പോ ഒന്ന് ഓർക്കണേ, നമുക്ക് വേണ്ടി ജന്മം സമർപ്പിക്കാൻ തയ്യാറായ 2 പാവങ്ങളാണ്. വേറെ ആരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ മറ്റുള്ള ലക്ഷ്യങ്ങൾ കണ്ടിട്ടാ. മറ്റുള്ളവന്റെ മെസ്സേജിന് വേണ്ടിയിട്ട്, മറ്റുള്ള കാമുകന്റെ മെസ്സേജിന്റെ മുന്നിൽ ഉമ്മയെ ചതിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ. ആ പാവങ്ങളുണ്ടല്ലോ, അതറിയുമ്പോ അവരെ നെഞ്ചു പൊട്ടും. പ്രിയപ്പെട്ട മക്കളെ, ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പല കവചകെട്ടുകളിൽ നിന്ന് ലഹരിയുടെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ പാവപ്പെട്ടവർ നിങ്ങൾ ഓർക്കണേ. ഇതറിയുമ്പോ എൻ്റെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛൻ നെഞ്ചു പൊട്ടുമെന്ന് വിചാരിക്കണേ. അവർക്ക് വേണ്ടി പഠിച്ച് വിജയിക്കണേ. കാരണം അവർക്ക് നമ്മൾ മാത്രമാണുള്ളത്. ഒരുപാട് വർണ്ണിക്കാനുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വർണ്ണനകൾ തോറ്റുപോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. മക്കളെ, നിങ്ങളെ കണ്ണിൽ നിന്ന് ഉതിർന്ന ഈ കണ്ണീരുണ്ടല്ലോ, നന്മയുടെ കണ്ണീരാവണം. ഇതുവരെ ഉള്ളത് നിങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും പൊറുക്കാൻ തയ്യാറാ അല്ലുമ്മ അല്ലെ? ഇനി മുതൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി ആവണേ. നിങ്ങളുടെ എല്ലാവരും നെഞ്ചിലൊന്ന് കൈവച്ചേ, എല്ലാവരും നെഞ്ചിലൊന്ന് കൈവച്ചേ. ഞാൻ പറയുന്നത് പറയാം. ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു ഉപ്പ, ഐ ലവ് യു അച്ഛ, അമ്മ. പറ, എൻ്റെ ജീവിതമുണ്ടല്ലോ ഇനി മുതൽ അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതുവരെ മനസ്സിലാക്കിയില്ല ഉമ്മ. എൻ്റെ ഭാഗത്ത് നിന്ന്